ആഫ്റ്റർ സർവീസ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിപ്പോൾ നമ്മളൊരു സൈറ്റ് എഗ്രിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിപ്പോൾ ആരുമായിട്ടാവട്ടെ, ഒരു ആർക്കിടെക്റ്റ് ആവട്ടെ, കോൺട്രാക്ടറുമായിട്ടാവട്ടെ, ഒരു കൺസൾട്ടൻറ്റിൻ്റെ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് സൈറ്റ് കൺസൾട്ടിങ് ആയിരിക്കും വരുന്നത്. ബട്ട് നമ്മുടെ ഓൺ ഗോയിങ് പ്രൊജക്റ്റുകളാണെങ്കിൽ നമ്മൾ ആ കോൺട്രാക്ടർക്കോ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിനോ അല്ലെങ്കിൽ ക്ലയൻറ്റിനോ നമ്മൾ സർവീസ് പാക്കേജ് കൊടുക്കാറുണ്ട്. 3 ഇയർ അല്ലെങ്കിൽ 5 ഇയേഴ്സ് മെയിൻ്റെനൻസ് പാക്കേജ് കൊടുക്കാറുണ്ട്. അതിനൊരു ചെറിയ കോസ്റ്റ് ഓൾറെഡി അതിന് നമ്മൾ ആദ്യമേ തന്നെ ഈടാക്കുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് എനി ടൈം ആ സർവീസ് കിട്ടും. അത് മെയിൻലി ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ആ മെറ്റീരിയൽസ് അവർ യൂസ് ചെയ്യുമ്പോൾ വാർഡ്രോബ് ആവട്ടെ, അത് ഏത് യൂണിറ്റ് ആവട്ടെ, അപ്പോൾ അതിന് ചിലപ്പം സ്ക്രൂ ഹോൾഡിംഗ് ഒക്കെ ചിലപ്പം ഡിഫറൻസ് വരാറുണ്ട്. ടെലിസ്കോപ്പിക് ചാനലിൻ്റെ സ്ക്രൂവിനൊക്കെ ചിലപ്പം അത് ഓരോരുത്തർ പല രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. കിഡ്സ് യൂസ് ചെയ്യുന്നത് അത് വലിച്ചിട്ടായിരിക്കും, നമ്മൾ കുറച്ച് സോഫ്റ്റായിട്ടായിരിക്കും എന്ന് പറയുന്ന കണക്ക് അതിൻ്റെ യൂസേജിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ മെയിൻ്റെനൻസ് വരുന്നത്. അപ്പോൾ പീരിയോഡിക്കായിട്ട് ഒരു സർവീസ് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത് 6 മന്ത്സ് ഒരു പീരിയോഡിക് സർവീസ് കോസ്റ്റ്. ചിലപ്പോൾ ഇവർ പോലും കാണാത്ത സ്ക്രൂ ഒക്കെ ഒന്ന് ഹോൾഡ് ചെയ്യുക, അപ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, അതൊക്കെ തന്നെ ഹാൻഡിൽസിൻ്റെയൊക്കെ ഒന്ന് ടൈറ്റനിങ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പീരിയോഡിക്കലി ചെയ്യുമ്പോൾ ഒരു ബെസ്റ്റ് കസ്റ്റമർ സർവീസ് നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുക്കാൻ സാധിക്കും.